നിങ്ങൾ 10 ആൾക്കാരുടെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ അയച്ചു തരി, ഒന്ന് ചെയ്തു തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയില്ല. അപ്പോൾ ആ ഒരു ഷോയിലേക്ക് നമ്മൾ ദിനേശ് ചേട്ടനെ ഉൾപ്പെടെ വിളിക്കും. അപ്പോൾ ദിനേശ് ചേട്ടന് എന്താവും, ദിനേശ് ചേട്ടന് ഒരു പ്രിവിലേജ് കിട്ടും. ദിനേശ് ചേട്ടനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ ചർച്ചയിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതും നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഈ TV എന്നുള്ള സംഭവമാണ് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമായിട്ട് നമ്മൾ വെക്കുന്നത്. TV, അതായത് BTalk TV എന്നുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു TVയുടെ ഒരു പ്രോഗ്രാമിലേക്കാണ് അവർ വിളിക്കുന്നത്. പിന്നെ മാത്രമല്ല അവരുടെ കാറ്റഗറിയിലുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മളിപ്പോൾ തമ്മിലൊക്കെ വിളിക്കുമല്ലോ, മറ്റേ ആര് ശ്രീനാഥ് നായർ വിളിക്കണ പോലെ. അപ്പോൾ അവരെ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ ചർച്ചയിൽ തന്നെ അവർ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓഫ് ദ ക്യാമറ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഓരോ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ട്രിഗർ ഇട്ട് കൊടുക്കും, ഓല് ഇങ്ങനെ പറയും. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ എന്ത് ചെയ്യാണ്, ഫോം ഉപയോഗിച്ചിട്ട് സെക്കൻഡറി സ്ട്രാറ്റജിയിൽ കിട്ടുന്ന ഒന്ന് ഫോമിലൂടെ ഇപ്പോൾ ഒരു മേഖലയിൽ മേഖലയിലല്ല സെക്കൻഡറി ഓപ്ഷൻസ് ആ വന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അത്രേ ഉള്ളൂ. സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വന്ന ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ ഒരു 6 ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 60 നമ്പർ അവിടെ കിട്ടി. 6 ആൾക്കാരോടും പറയാം, നമുക്കൊരു 10 നമ്പർ വീതം തരികയെന്ന് പറയാം, തരണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. അപ്പം അതിൽ അവർ തരുന്ന ആ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഷോ ഡെവലപ്പ് ചെയ്യാം. 10 ഡാറ്റ കളക്ട് ചെയ്യാം. അതിൻ്റെ ആ ഫോം വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പം തന്നെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ആ ഫോമിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ആ ഫോമിലൂടെയാണ് നമ്മൾ ഈ സെക്കൻഡ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. കാരണം അവരുടെ ഈ ടോക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മളവരോട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഫോമിൽ തന്നെ ചോദിക്കും ഹൗ വാസ് ദ ഷോനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയൂ. ഇത്തരത്തിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ മെഡിക്കൽ രംഗത്തുള്ളതാണെങ്കിൽ പിന്നെ മെഡിക്കൽ ഷോപ്പുകാരുടെ ഒരു ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിൽദാറിനോട് പറയാം, ദിൽദാറിന് ആ ഒരു രംഗത്തുള്ള ഒരു ഷോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർക്ക് ഏതാണോ ഷോ വേണ്ടത് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ അവരുടെ പേര്, നെയിം, അവരുടെ മൊബൈൽ പിന്നെ അവരുടെ പ്ലേസ്, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഹൗ വാസ് ദ ഷോ, ഇത് ഷോ കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാനല്ല ഫോമായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഫോമിൽ ഹൗ വാസ് ദ ഷോ. അപ്പം പിന്നെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോ ഇതല്ല അവരോട് ചോദിക്കാം, അവർക്ക് ഏത് ഷോ ആണ് ചെയ്യേണ്ടത്. മൊബൈൽ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കൂടെ എഴുതാം. മൊബൈൽ റീറ്റെയിലേഴ്സ് ഷോ, പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പീപ്പിൾ ഷോ. ഇവരോട് ഇതിലേക്ക് ഈ ഷോ ഇങ്ങനത്തെ ഷോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷോയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരും നമ്പറും, ആളുകളുടെ പേര്, നമ്പർ, അപ്പം നെയിം, ഇവിടെ കമ്പനി, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യം കിട്ടിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ 10 ആൾക്ക് എഴുതാനുള്ള സ്പേസ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഷോയുടെ കാര്യങ്ങൾ ചോദിച്ചു. ഇനി 360 ഡിഗ്രി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് കൊടുക്കാൻ കഴിയുക? കമ്മ്യൂണിറ്റിയുടെ
എന്ത് പാർട്ട്ണർ ആവാനാണ് താങ്കൾക്ക് കഴിയുക? വരാണ് ആണ് അല്ലെങ്കിൽ ആവാനാണ് താങ്കൾക്ക് നിങ്ങൾക്ക് സാധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി ഏകദേശം. അപ്പോൾ അവർ ഏത് പാർട്ട്ണറാവും. ഇപ്പം ഓൾറെഡി അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇവരെ നമുക്ക് ഈ പിന്നെ 360 ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിലൊക്കെ ഓരോ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ ബ്രാൻഡ് വിഷ്വലൈസർ പാർട്ട്ണറാണ് ഞാൻ. പിന്നെ ജംഷി പറയുന്നത് സെക്കൻഡ് ഹോം പാർട്ട്ണറാണ്. അതുപോലെ തന്നെ ദിനേശ് ചേട്ടൻ ഡെയിലി വിയർ പാർട്ട്ണറാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്ത് പാർട്ട്ണർ ആവാനാണ് താല്പര്യം അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ വീഡിയോയിൽ കാണിക്കും ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ഇത് ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഷമി എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ നമുക്ക് കുറച്ച് നേരം വൃത്തിയായിട്ട് എന്താണ് നമ്മളിതിൽ നടക്കുന്നത്, ഈ എക്കോസിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ ചെറിയ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഷോ ചെയ്യാം. അപ്പോൾ അവരെന്താ ഇതിൽ കണക്റ്റഡ് ആയി. താല്പര്യമുള്ള കണക്റ്റ് ആയാൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇതൊക്കെ ഒരു കാണും, പിന്നെ നമുക്ക് അവരെ കണക്റ്റും ചെയ്യാം. ഒരു വൺസ് ഒരു വന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വീഡിയോ തന്നു കഴിഞ്ഞാൽ ആ വീഡിയോ വെച്ചിട്ട് ഓരോരുത്തരും നമുക്ക് പിന്നീട് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്താൽ മതി. സാറിന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊജക്റ്റിന് പറ്റിയ ഒരു നല്ലൊരു എക്സ്പ്ലെയിനർ വീഡിയോ ഉണ്ടാക്കാനുള്ള ആശയം നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അവർക്കുള്ള നേട്ടം എന്തൊക്കെയായിരിക്കും? അവർക്ക് എന്താ വെച്ചാൽ അവർക്കുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവരുടെ മേഖലയിലൊരു ഡിസ്കഷനിൽ അവർക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സെമിയായിട്ട് ഇപ്പോൾ അവർക്ക് ഒരു ബന്ധമില്ല. ഇപ്പോൾ ഈ ഇത്രയും ആൾക്കാരാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെമിയ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പോൾ സെമിയ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഒരു 10 പേരുടെ നമ്പറായിരിക്കും സെമിയ കൊടുക്കുക. ഈ 10 പേര് പരസ്പരം അറിയില്ല, അങ്ങോട്ടും അറിയില്ല. അപ്പോൾ അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റും, അവരുടെ മേഖലയിലുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ. പിന്നെ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ അഡീഷണലി നമ്മൾ അവർക്ക് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്ന സംഭവം ചെയ്യാൻ പറ്റും, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മൾ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ വരും. പിന്നെ ഈ TV ഷോ എന്ത് ചെയ്യുക, നമ്മൾ പബ്ലിഷ് ചെയ്യാണ്, ചാനലിൽ പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ നല്ലൊരു പാർട്ട് അവരും സംസാരിച്ചതിൻ്റെ ആ ഡിസ്കഷൻ്റെ പാർട്ട്, ഒരു ചർച്ചയാണല്ലോ വെക്കുന്നത്, ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവരും വരും. അപ്പോൾ അവർക്കും അറിയാതെ ഫ്രീ വിസിബിലിറ്റി കിട്ടുകയാണ്. സാറിന് ഫ്രീ വിസിബിലിറ്റി കിട്ടും, ഇത്രയും ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ സ്ട്രാറ്റജികളും കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 360 ഡിഗ്രിയിൽ കിട്ടുന്നതിൻ്റെ മിനിയേച്ചർ കൂടെയും കിട്ടും. മനസ്സിലായില്ലേ? വരുമാനാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞത്, ചെറിയ റീലൊന്നും ഉണ്ടാക്കണ്ട. എന്താണ് ഇവരെ പ്രീമിയം സാധനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ പോരെ. ഇവരെല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അത് വെച്ച് തിരിച്ച് ഫോളോ അപ്പ് ചെയ്തൂടെ. അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതാ സംസാരിക്കുക. ആ പ്രീമിയം എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് നമ്മളിപ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്തത്. എല്ലാ ടോക്കിലും അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പ്രീമിയം രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് നമ്മളെ പ്രീമിയം പ്രോഗ്രാമിലേക്ക് അവരെ കണക്ട് ചെയ്യുക. പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പ്രീമിയം സെല്ലിംഗ് പ്രോഗ്രാമിലേക്ക്. ഇപ്പം അതിന് സെമിക്കും പറയാം, സെമിക്കൊരു കൂടെ ഇരിക്കും. അപ്പോൾ സാറിൻ്റെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളെ സാധനം എന്ത് ചെയ്യാൻ പറ്റും, പ്രീമിയം ആക്കി മാറ്റാൻ പറ്റും. ആ ഡിസ്കഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ ഇരുന്നിട്ട് ആൾ കുറവുള്ള സമയത്താണ് സെമി ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളും ആ ചർച്ചയുടെ ഭാഗം കഴിഞ്ഞപ്പോൾ ബിഹൈൻഡ് ഇതിൻ്റെ ഇടയിലും സെമിക്കത് വേണമെങ്കിൽ പറയാം, ഒന്നും പ്രശ്നമല്ല. ഇപ്പോൾ സെമി ഇപ്പോൾ പറയുന്നത് സെമിയുടെ ഷൂട്ടിങ്ങിൽ വിചാരിച്ചോ. അപ്പം സത്യത്തിൽ സാറിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇടപെടുക, ഞങ്ങൾ ടോക്ക് ഷോയിൽ ഇടപെടുക, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ സാധനം ചെയ്യുക. അങ്ങനെ തന്നെ ആയിരിക്കും, അത് അങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളതിനൊരു ട്രഡീഷണൽ സംഭവം നോക്കേണ്ട ആവശ്യമില്ല. ബിഹൈൻഡ് സെമി പറയോ, സെമി നമ്മളെ കാര്യങ്ങൾ നമ്മളെ ബ്രാൻഡ് വിഷ്വലൈസറാണ്, സെമി എന്തോ പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇടപെടും. അപ്പോൾ സെമി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സെമിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ ഒറ്റ കാര്യം പറഞ്ഞു പോയിക്കോട്ടെ. സാറിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത് കഴിഞ്ഞപ്പം എൻ്റെ പ്രൊഡക്റ്റ് ഇത്രയും കാലം ഞാൻ ഒരു റീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രീമിയം ആളുകളെ സഹായിക്കുക എന്നുള്ളത്. പ്രീമിയം സൊല്യൂഷൻ ഉള്ള ആളുകൾക്ക് അത് സെല്ല് ചെയ്യാൻ എനിക്കെങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ് പ്രീമിയം എക്സ്പ്ലെയിനറി വീഡിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പ്രീമിയം ലെവലിലുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രീമിയം സംഭവമാണെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് എനിക്ക് പറ്റും. ഈ വെന്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനും ഉപയോഗിക്കാം. അത് 2 ഓപ്ഷനാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുക. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തന്നെ സെമിക്കയിൽ ഇടപെടാം, ഓരോ മീറ്റിങ്ങിലും ഇടപെടാം. അപ്പം എന്തായി, അവർക്ക് അവരുടെ മൈൻഡിലോ ആശയം വന്നു. അത് വെച്ചാൽ പുതിയ സാധനം വരിക ചെയ്യാം. ഒരു നിലവിലിപ്പം ഒരു ചെയ്തതിൽ നിന്നും അവരുടെ പ്രശ്നത്തിനൊരു പുതിയ സൊല്യൂഷൻ കൂടി അവിടെ വരികയാണ്, ആ ഡിസ്കഷനിൽ വരികയാണ്, റിയലി വരികയാണ്. അപ്പോൾ സെമിക്കത് ഡയറക്റ്റ്ലി പറയാം.
എമൗണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടല്ല. അല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാലോ. ഇത്ര ആയി കഴിഞ്ഞ് പിന്നെ സെമി അവരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഒരു ഫോളോ അപ്പിങ് ചെല്ലുമ്പോൾ ഈസി അല്ലേ കാര്യങ്ങൾ. പിന്നെ അത്രയായില്ലേ, അത്രയും അവരവരുടെ മൈൻഡ് സെറ്റ് അടക്കം മാറി. പിന്നെ അവരോട് പിന്നെ അവർ തന്നെ വരും. അപ്പം നമ്മൾ കുറേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും അവരിങ്ങോട്ട് വരാൻ തുടങ്ങും, അവരെന്നെ വരാൻ തുടങ്ങും. നമ്മളിതൊക്കെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ കാണിച്ച് എല്ലാം സെറ്റാക്കിയിട്ടാണ് വിടുന്നത്. അപ്പോൾ അത് ചെയ്യണം താല്പര്യമുള്ളവർ വരും. പിന്നെ അവരും ഒന്നുമല്ല, നമ്മൾ 360 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ നിരന്തരം ഇതാണ് ഇനി പറയാം. നമ്മൾ ഈ സെഗ്മെന്റിലേക്ക് ഇതായി കഴിഞ്ഞാൽ ഇനി ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ളതിൻ്റെ ബാക്കിൽ നമ്മൾ പ്രീമിയം കൂടി ചേർക്കും. പ്രീമിയം ബ്രാൻഡ് വിഷ്വലൈസർ അതെന്താണെന്ന് വെച്ചാൽ ഇതാന്ന് പറഞ്ഞാൽ മതി പ്രീമിയം. അപ്പോൾ ഷെമിൻ്റെ പിന്നെ സാധനം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. കുറച്ച് കാലം നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോഴേ പിന്നെ ആളുകൾ കൺവേർട്ട് ചെയ്ത് വരുള്ളൂ. കാരണം ആളുകൾക്ക് അതിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഞാൻ ഈ സാധനം ആളുകൾക്ക് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് ആണ് എൻ്റെ പ്രൊഡക്റ്റ് വരിക എന്നുള്ളത് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധനം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാനുള്ള സാധനം അല്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായി, യൂട്യൂബിൽ ഇടാനോ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള സാധനമല്ല ഞാൻ മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും ഞാൻ ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്ത് ഇതിലേക്കണ്ട് കയറി ഒറ്റ ടീപ്പ് ഇന്ന് ചെയ്ത് നാളെ വരുമ്പോൾ നാളെ തന്നെ ആയിക്കോണമെന്നില്ല. ഇത് നമ്മൾ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് പ്രാക്ടീസ് ആവണം. പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, ആ സാധനം സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലോസിങ് വല്ലപ്പോഴേക്കും ചിലപ്പോൾ ഒരു ക്ലോസിങ് നടക്കുക, പക്ഷെ വല്ലപ്പോഴും നടന്ന ബിഗ് സാധനമായിരിക്കും. എന്നാൽ ഈ ബാക്കിയുള്ളൊന്നും മിസ്സാവണമില്ല. കാരണം ഇവിടെ ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ നമ്മുടെ ഇതുണ്ട്. സെമി ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ എടുത്ത് പറയണത് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഹോർഡിങ്സ് വെക്കും, നമ്മുടെ സാധനം വെക്കും, വേണമെങ്കിൽ ബ്രോഷർ കൊടുക്കും, വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. നമുക്ക് പിന്നെ വൺകാസ്റ്റിനെ സമീപിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡ് വരുന്നവർക്കൊക്കെ കൊടുക്കാമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മീറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും മിസ്സാവില്ല. സ്റ്റുഡിയോ റെൻ്റൽ ഒരു ദിവസം 5000 രൂപ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെൻ്റൽ സിസ്റ്റവും അല്ലാത്ത പ്രീമിയം ഇതിന് ഇത്ര രൂപ എന്നുള്ള റെൻ്റൽ സിസ്റ്റം ഒക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഫസ്റ്റ് വിളിക്കേണ്ടത് ഒരു ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വിളിക്കേണ്ട. ഇനി അതിലേക്കാണ് ഇനി പോകുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഫോമും കാര്യങ്ങളൊക്കെ റെഡി ആയാൽ പിന്നെ ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ റെഡിയാകും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പരിചയത്തിലുള്ള ആളുകളെ വിളിക്കുക. വിളിക്കുക, പിന്നെ നമുക്ക് ഈ ഫോം റെഡിയായി. പിന്നെ നമുക്ക് ഓരോന്നിനും ഓരോ ആശയങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആളുകളെ അട്രാക്ട് ചെയ്യാൻ ആശയം പിന്നെ ഒരു സാധനം. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, അതിന് ചെറിയൊരു പേരിടാം. ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനെ മാത്രം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാത്രം വിളിക്കുന്ന ഒരു പ്രോഗ്രാമിന് ഒരു രസകരമായ പേരിടുകയാണെങ്കിൽ അത് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇനി വിളിക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്.